ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ നമ്മുടെ RBI നമ്മുടെ ബജാജ് ഫിനാൻസിനെ ബാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. നമ്മുടെ ബജാജ് ഇൻസ്റ്റ EMI കാർഡും അതുപോലെ തന്നെ അവരുടെ ഇകോം എന്ന് പറഞ്ഞ ഒരു ഓൺലൈൻ ലോൺ ഫെസിലിറ്റിനെയും ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് കാലം മുമ്പ്. ഓൾമോസ്റ്റ് കുറച്ച് മാസങ്ങളായിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു 6 മാസത്തിന് താഴെയായിട്ടുണ്ട്. ഇപ്പോൾ ആ ബാൻ ഇപ്പോൾ ആക്ച്വലി അപ്ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ആ ബാൻ ഇപ്പോൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതായത് നിങ്ങൾക്ക് ഇനിയിപ്പോൾ പുതിയതായിട്ട് ഇൻസ്റ്റ EMI കാർഡും അതുപോലെ തന്നെ ഈ ലോൺസ് ഒക്കെ നമുക്ക് ഇപ്പോൾ സുഖമായിട്ട് ബജാജ് ഫിനാൻസ് കൊണ്ട് എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കായിരിക്കും ഇപ്പോൾ ഈ ഇൻസ്റ്റ EMI കാർഡ് ബാനായത് കൊണ്ട് തന്നെ കുറേ പേർക്ക് അവരുടെ ഈ EMI കാർഡ് ഉപയോഗിക്കാൻ പറ്റുന്നറിഞ്ഞില്ല. എന്നുവെച്ചാൽ കുറേ പേര് നമുക്ക് ഇതുപോലെ കമന്റും ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കാർഡ് ബാൻഡ് എന്ന് നേരെ കാണിക്കുന്നത്, ബ്ലോക്ക്ഡ് എന്ന് പറഞ്ഞാൽ കാണിക്കുന്നത്, എന്താ കാരണം എന്നൊക്കെ വെച്ചിട്ട് കുറേ പേര് കമന്റ് ചെയ്യുന്നുണ്ടെന്ന്. എന്താ വെച്ചാൽ ഈ EMI കാർഡ് കുറേ പേര് ഉപയോഗിക്കാറുണ്ടെന്ന് അർത്ഥം. അത് ശരിക്കും കറക്റ്റ് ആണ്. എന്താ വെച്ചാൽ അത്ര അധികം കസ്റ്റമേഴ്സ് ഈ ഇൻസ്റ്റ EMI കാർഡിന് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പൊ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഇനിയിപ്പോൾ നിങ്ങൾക്ക് പുതിയ EMI കാർഡ് അപ്ലൈ ചെയ്യാനും പറ്റും. അപ്പോൾ ഇത്ര കാലം അതും അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ക്രെഡിറ്റ് കാർഡൊന്നും ഇല്ലാത്തവർക്ക് ഇനി EMI കാർഡ് അപ്ലൈ ചെയ്യാനും പറ്റും. അപ്പോൾ ഞാൻ നമ്മുടെ EMI കാർഡ് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് എന്തെങ്കിലും ഞാൻ നോക്കട്ടെ, കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും താഴത്ത് ഇടാം. നമ്മുടെ റെഫറൽ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ഈസിയായിട്ട് തന്നെ കിട്ടാനുള്ള ചാൻസ് കൊടുത്തായിരിക്കും. അത് മാത്രമല്ല, നിങ്ങൾക്കറിയാം ഈ ഇൻസ്റ്റ EMI കാർഡ് എന്ന് പറയുന്നത് നമുക്ക് എവിടെയൊക്കെ ഉപയോഗിക്കാം. ബജാജ് ഫിൻസർവിന്റെ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള വെബ്സൈറ്റിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. വെബ്സൈറ്റിൽ ഉപയോഗിക്കാം, ഷോപ്പിൽ ഉപയോഗിക്കാം. ഇപ്പോൾ നമുക്ക് ഇലക്ട്രോണിക് ഷോപ്പുകൾ ഉപയോഗിക്കാം, മൊബൈൽ ഷോപ്പിൽ ഉപയോഗിക്കാം, ഫർണിച്ചർ ഷോപ്പിൽ ഉപയോഗിക്കാം. അങ്ങനെ ഇപ്പോൾ ബിഗ് ബസാറിലൊക്കെ ടൈമിലൊക്കെ ബിഗ് ബസാറിൽ നമുക്ക് ഡ്രസ്സ് വാങ്ങിക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ സ്ഥലത്ത് ഈ ബജാജ് ഫിൻസർവിന്റെ പാർട്ട്ണർഷിപ്പിലായിട്ടുള്ളത്. കാരണം മെജോറിറ്റി ഏരിയാസിലും ഇത് കവേർഡ് ആണ്. അതുപോലെ തന്നെ ഓൺലൈനിലും ഫ്ലിപ്കാർട്ട് ആയിക്കോട്ടെ, ആമസോണിലായിക്കോട്ടെ നമുക്ക് ബജാജ് EMI കാർഡിന്റെ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആയിരുന്നു കേട്ടോ. ഇതിപ്പോൾ കുറച്ച് കാലത്തേക്ക് നമുക്ക് ഓൺലൈൻ ചെറിയ ഇഷ്യൂ ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ അത് ഇനി പുതിയതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് വരണം. ഓഫ്ലൈൻ ഇപ്പോൾ കറക്റ്റായിട്ട് എനേബിൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഓഫ്ലൈൻ നിങ്ങൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങിക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക മൊബൈൽ വാങ്ങിക്കാനോ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതായത് ഇപ്പോൾ ഡയറക്റ്റ് പോയി നോക്കി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇനി ബജാജ് EMI കാർഡ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൾറെഡി ബജാജ് EMI കാർഡിലവർക്ക് അത് ആക്റ്റീവ് സ്റ്റേജിലേക്ക് ഇനി മാറും, താമസിയാതെ തന്നെ മാറും. ഞാൻ എൻ്റെ EMI കാർഡ് ഇത് നമ്മുടെ ഈ ബാൻ ആവട്ടെ മുമ്പ് തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് യൂസ് ഉണ്ടായിരുന്നില്ല. നമ്മളെല്ലാം ഓൾറെഡി ക്രെഡിറ്റ് കാർഡ് കുറേ ഉണ്ട്. പക്ഷെ നിങ്ങളൊരു EMI പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുക ക്രെഡിറ്റ് കാർഡ് തന്നെയാണ്. നമുക്ക് അതുകൊണ്ടും അതാണ് നമുക്ക് കുറച്ചുകൂടിയും ഈസി. അത് മാത്രമല്ല, നമുക്കിപ്പോൾ EMI കാർഡിൽ നമ്മൾ ഇപ്പോൾ ലോൺസ് എടുക്കാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ EMI എടുക്കാന്ന് വിചാരിക്കുക. നമ്മളിപ്പോൾ 2 മൊബൈൽ എടുത്തു വിചാരിക്കുക. നമ്മുടെ സിബിൽ സ്കോറിൽ അത് 2 പേഴ്സണൽ ലോണായിട്ട് കാണിക്കുക. അപ്പോൾ നമുക്കത് ശരിക്കും പേഴ്സണൽ ലോൺ കൂടുന്നത് നമ്മുടെ സിബിൽ സ്കോറിന് നല്ലതല്ല. ക്രെഡിറ്റ് കാർഡിന് പക്ഷെ അങ്ങനെയല്ല. നമുക്ക് എത്ര ലിമിറ്റ് ഉണ്ട്, നമുക്ക് എത്ര EMI പ്രൊഡക്റ്റ് വാങ്ങിച്ചാലും നമുക്ക് അതൊന്നും കാണിക്കില്ല. അത് ആ ഒരു ക്രെഡിറ്റ് കാർഡ് മാത്രമേ നമ്മുടെ സിബിൽ സ്കോറിൽ കാണിക്കുള്ളൂ. അപ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ EMI പ്രൊഡക്ട്സ് വാങ്ങിക്കാൻ, EMI ആയിട്ട് നിങ്ങൾക്ക് പ്രൊഡക്ട്സ് വാങ്ങിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുക ക്രെഡിറ്റ് കാർഡ് തന്നെയാണ്. പിന്നെ ക്രെഡിറ്റ് കാർഡ് ഇല്ലാത്തവർക്ക്, പ്രത്യേകിച്ച് സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിൽ എന്തായാലും EMI ഇപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓൾറെഡി ഉള്ളവർക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, താമസിയാതെ തന്നെ അത് ആക്റ്റീവ് സ്റ്റേജിലേക്ക് വരും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ന്യൂസ്. ഈ ഒരു ന്യൂസ് അപ്ഡേറ്റ് ചെയ്യാൻ വന്നത്. നമ്മൾ ആ സാധനത്തിന്റെ വീഡിയോ ഇട്ടപ്പോൾ കുറേ പേർക്ക് ഭയങ്കര വിഷമം സംഭവിക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ EMI കാർഡ് പോകുമെന്ന് അറിഞ്ഞപ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ എൻ്റെ ഈ വീഡിയോ കൂടി ഇട്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽ കാണാത്തവരെ കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ പുതിയ ചാനലായി GHH വേൾഡ് കാണാത്തവരെ കണ്ടുപോകുക. നമ്മളത് ടെക്നിക്കൽ ന്യൂസ്, ഫിലിം ന്യൂസ്, അതുപോലെ തന്നെ എന്താ പറയുക ഫൈനാൻഷ്യൽ ന്യൂസ് ഒക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നമ്മളിക്കൊന്ന് ഷെയർ ചെയ്യണമെന്ന് മറക്കണ്ട കേട്ടോ. അടുത്ത വീഡിയോ കാണാം. ബൈ.